പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കണം. ഈ കാലഘട്ടത്തിൽ ഈശോയോട് ഒരുപാട് പ്രാർത്ഥിക്കണം. എല്ലാ രോഗികളെയും ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നവരെയൊക്കെ ഈശോയ്ക്ക് സമർപ്പിച്ച് കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണിത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ മക്കൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിച്ചത്? വിശുദ്ധ കുർബാനയെക്കുറിച്ചല്ലേ? എന്തൊക്കെയാണ് പഠിച്ചത്? തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ വചനം നമ്മൾ പഠിച്ചു. എന്നിട്ടോ അബ്രാഹത്തിൻ്റെ ബലിയെക്കുറിച്ച് പഠിച്ചു. പിതാവായ ദൈവം നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി ഈശോയെ നമുക്ക് നൽകിയതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? അതെ. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൻ്റെ 6ാം പാഠത്തിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. കുഞ്ഞുമക്കളെ, ഇപ്പോൾ ആഘോഷമായിട്ട് ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളായ നിങ്ങൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി ഈ പാഠത്തിൽ കുറച്ചുകൂടി വിശദമായിട്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് അത് പഠിക്കണം. ആരുടെ സഹായം വേണം? ഈശോ നമ്മളെ സഹായിക്കണം. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈശോയുടെ കൃപ നമുക്ക് വേണം. പ്രാർത്ഥിക്കണ്ടേ? കൈകൂട്ടിപ്പിടിച്ചിട്ട് കൈകൾ കൂപ്പി കണ്ണടച്ച് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ഈശോയെ, ഈ പാഠം പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിക്കുമ്പോൾ ആഴത്തിൽ വിശുദ്ധ കുർബാനയുടെ അനുഭവം സ്വന്തമാക്കുവാനും വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാനും വിശുദ്ധ ബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും വലിയ കൃപയും അനുഗ്രഹവും എനിക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയാണ്. നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. സിസ്റ്റർ പണ്ട് കേട്ട ഒരു കഥയാണിത്. നിങ്ങളോട് ഈ കഥ പറഞ്ഞു തരാം. നമ്മുടെ കഥയിലെ കഥാപാത്രമാണ് അപ്പുക്കുട്ടൻ. അപ്പുക്കുട്ടൻ്റെ പ്രിയപ്പെട്ട പപ്പായും അപ്പുക്കുട്ടനും ഭയങ്കര കൂട്ടുകാരാണ്. പ്രിയപ്പെട്ട പപ്പ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ അപ്പുക്കുട്ടന് കൈ നിറയെ സമ്മാനവുമായിട്ട് വരും. പപ്പയെ നോക്കി അപ്പുക്കുട്ടൻ സന്ധ്യയാകുമ്പോൾ ഇങ്ങനെ കാത്തിരിക്കും. ഒരു ദിവസം അപ്പുക്കുട്ടൻ പപ്പായോട് പറഞ്ഞു, പപ്പ ഇന്ന് ജോലിക്ക് പോകണ്ട, അപ്പുക്കുട്ടന് പപ്പയുടെ അടുത്തിരിക്കണം. പപ്പ പറഞ്ഞു, അപ്പുക്കുട്ടാ, ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ വലിയ നഷ്ടമാ, എനിക്ക് ജോലിക്ക് പോകണം. പപ്പയുടെ ജോലി എന്തായിരുന്നെന്നറിയാമോ? ട്രെയിൻ കടന്നു പോകുന്ന സ്ഥലത്ത് സിഗ്നൽ കാണിക്കുകയും അതുപോലെ തന്നെ ആ നാട്ടിലെ സമ്പ്രദായം അനുസരിച്ച് ഈ ട്രെയിൻ പോകുന്ന പാളം അത് ട്രെയിൻ കടന്നു പോകുമ്പോഴാണ് കൂട്ടിയോജിപ്പിക്കുന്നത്. ഈ ജോലി ആരുടെയായിരുന്നെന്നറിയാമോ? അപ്പുക്കുട്ടൻ്റെ പപ്പായുടെ ജോലിയാ. ട്രെയിൻ ഇങ്ങനെ ദൂരേന്ന് വരുമ്പോൾ അപ്പുക്കുട്ടൻ്റെ പപ്പ ഈ പാളങ്ങൾ തമ്മിൽ യോജിപ്പിക്കും. അപ്പോൾ ട്രെയിൻ പതുക്കെ കടന്നു പോകും. ഈ ജോലിയായിരുന്നു പപ്പായുടേത്. അങ്ങനെ ഒരു ദിവസം രാവിലെ പപ്പ ജോലിക്ക് പോയി. അപ്പുക്കുട്ടൻ വീട്ടിൽ ബോറടിച്ചു. അവനോർത്ത്, പപ്പയുടെ അടുത്തൊന്ന് പോയാലോ? പപ്പ പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് വരരുതെന്ന്. എങ്കിലും പപ്പയെ കാണാനുള്ള കൊതിയോടെ അപ്പുക്കുട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പപ്പായെ അന്വേഷിച്ച് ഈ റെയിൽവേ ട്രാക്കിൽ കൂടി പതുക്കെ നടന്നു വരികയാണ്. കുഞ്ഞപ്പുക്കുട്ടന് ഒന്നും അറിയില്ല. ട്രെയിൻ ഇപ്പോൾ വരുമെന്നോ, അത് പാളം കടന്ന് താൻ വരുന്ന പാളത്തിൽ കൂടിയാണ് ട്രെയിൻ വരുന്നതെന്നൊന്നും അപ്പുക്കുട്ടൻ അറിയില്ല. അവന് ദൂരേന്ന് ഉറക്കെ വിളിച്ചു, പപ്പാ.
എവിടുന്ന് തൻ്റെ അപ്പുക്കുട്ടൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. പപ്പ തിരിഞ്ഞു നോക്കി. അതങ്ങ് ദൂരേന്ന് തൻ്റെ പൊന്നു മകൻ ആ അപ്പുക്കുട്ടൻ നടന്ന് 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 വരികയാണ്. പെട്ടെന്നതാ ട്രെയിൻ ചൂളം വിളിക്കുന്ന സ്വരം കേട്ടു. പപ്പയ്ക്ക് മനസ്സിലായി, ഇതാ തൻ്റെ പൊന്നു മകൻ കടന്നു വരുന്ന അതേ ട്രാക്കിൽ കൂടെ ട്രെയിൻ കടന്നു വരുന്നു. ഉടനെ തന്നെ ഈ പാളം തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം. എങ്കിൽ മാത്രമേ ട്രെയിൻ സുരക്ഷിതമായിട്ട് കടന്നു പോവുകയുള്ളൂ. അപ്പുക്കുട്ടൻ്റെ പപ്പയ്ക്ക് സങ്കടമായി. എന്തെന്നറിയാമോ? ആ ട്രെയിൻ വരുന്ന അതേ പാളത്തിൽ കൂടിയാണ് അപ്പുക്കുട്ടനും നടന്നു വരുന്നത്. പാളം കൂട്ടി യോജിപ്പിച്ചാൽ ട്രെയിൻ കടന്നുപോയി അപ്പുക്കുട്ടന് എന്ത് സംഭവിക്കും? അപ്പുക്കുട്ടൻ മരിച്ചു പോകും. ഇനി പാളം കൂട്ടി യോജിപ്പിച്ചില്ലെങ്കിലോ? ഈ ട്രെയിനിലുള്ള ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു പോകും. എങ്ങനെ? ഈ പാളം കൂട്ടി യോജിപ്പിക്കാത്തപ്പോൾ ട്രെയിൻ താഴേക്ക് പതിക്കും. അങ്ങനെ ട്രെയിനിലുള്ള ആൾക്കാർ മുഴുവൻ മരിച്ചു പോകും. പപ്പയ്ക്ക് സങ്കടമായി. ഇനി എന്തു ചെയ്യും? പപ്പ മറ്റൊന്നും ചിന്തിച്ചില്ല. പപ്പ ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ പാളം തമ്മിൽ കൂട്ടിയോജിപ്പിച്ചു. ട്രെയിൻ ചുളം വിളിച്ചുകൊണ്ട് ഈ റെയിൽവേ ട്രാക്കിൽ കൂടി കടന്നുപോയി. കുഞ്ഞുങ്ങളെ, പപ്പ കണ്ണുനീരോടെ ആ കാഴ്ച കണ്ടു. ട്രെയിനിൻ്റെ ചക്രത്തിനടിയിൽപ്പെട്ട് തൻ്റെ പൊന്നുമകൻ ചിതറിത്തെറിച്ച് മരിച്ചു കിടക്കുന്നു. മക്കൾക്ക് സങ്കടമായോ കഥ കേട്ടിട്ട്? പപ്പ അപ്പുക്കുട്ടനോട് സ്നേഹമില്ലാഞ്ഞിട്ട് ചെയ്തതാണോ അങ്ങനെ? അല്ല, പപ്പയുടെ പൊന്നുമകനായിരുന്നു അപ്പുക്കുട്ടനല്ലേ? പക്ഷേ പപ്പ കൂടുതൽ നന്മയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി സ്വന്തം മകനെ ബലിയായി സമർപ്പിച്ചു. മക്കളെ, ഇതുപോലെ ലോകം മുഴുവനിലുമുള്ള മക്കളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പാപത്തിന് പരിഹാരമായി നമുക്ക് വേണ്ടി ദൈവപിതാവ് അയച്ച പ്രിയപുത്രനാണ് ആര്? നമ്മുടെ പ്രിയപ്പെട്ട ഈശോ. ഈശോ സ്വന്തം ജീവൻ സ്വന്തമായി സമർപ്പിച്ച് സ്വയം വിട്ടുകൊടുത്തുകൊണ്ടാണ് നമ്മളെ രക്ഷിച്ചത്. പ്രിയപ്പെട്ട മക്കളെ, ഈശോ എന്തിനാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്? എന്തിനാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്? നമുക്ക് പാപമോചനം കിട്ടാൻ. ശ്രദ്ധിച്ച് കേൾക്കണം. രണ്ടാമത്, നമുക്ക് ദൈവിക ജീവൻ ലഭിക്കുവാൻ. പാപമോചനവും ദൈവിക ജീവനും ലഭിക്കുവാൻ ആണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. കൂടാതെ ഈശോ ബലിയായി സമർപ്പിച്ചപ്പോൾ ഈശോയുടെ മനസ്സിൽ ഉണ്ട്, എല്ലാ കാലത്തുമുള്ള എല്ലാ മനുഷ്യരും രക്ഷപ്പെടണം. എന്താണ്? ഈ ബലി വഴിയായി എല്ലാ കാലത്തും എല്ലാവരും പങ്കുചേരുവാനാണ് ഈശോ കാൽവരി മലയിൽ തൻ്റെ ജീവൻ ബലിയായി സമർപ്പിച്ചത്. മക്കളെ, ഈശോ എന്ന വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് നിങ്ങൾക്കറിയാമോ? ഈശോ കാൽവരി മലയിൽ മരിക്കുന്നതിൻ്റെ തലേ ദിവസം. അതെന്നാണത്? പെസഹ വ്യാഴാഴ്ച അല്ലേ? പെസഹ ദിനത്തിലാണ് ഈശോ അപ്പവും വീഞ്ഞും എടുത്ത് പെസഹ വിരുന്നൊരുക്കി അങ്ങനെ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമാണ് പെസഹ തിരുനാൾ ദിവസം. കുഞ്ഞുങ്ങൾ, ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചേ.
Kabilule wa okulu Tinau kishmi Dilukomi hiv Kabilu Steu Tinadami Tebreitha Khadatha Di hivlekom wathrabin di mashlech khatayin. Budu denale te grani. Antun maha amanindi. Matinda undi ehwe ana archa. Kosta. Chaya. Laite na shalaba lehin biati. ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടോ ഈശോയുടെ അന്ത്യത്താഴം, ആ പെസഹ തിരുനാളിൽ സംഭവിച്ച കാര്യങ്ങൾ. ഈശോ അപ്പമെടുത്തു, വീഞ്ഞെടുത്തു. എന്നിട്ട് ഈശോ അപ്പം എടുത്തിട്ട് എന്താ പറഞ്ഞേ? ഇത് എൻ്റെ ശരീരമാകുന്നു. വീഞ്ഞെടുത്തിട്ടോ? ഇത് എൻ്റെ രക്തമാകുന്നു. എന്നിട്ട് ഈശോ ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്താണ്? നിങ്ങൾ ഇത് ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അതാണ് മക്കളെ വിശുദ്ധ കുർബാന. ഇപ്പം നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്, ബലി അർപ്പിക്കുന്നത് ആര് പറഞ്ഞിട്ടാണ്? ഈശോ പറഞ്ഞിട്ടാണ്. ഇതെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിൻ. കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ മടിയുണ്ടോ? പപ്പായും മമ്മിയും ഒക്കെ നിർബന്ധിച്ചിട്ടാണോ നിങ്ങൾ പള്ളിയിൽ പോകുന്നത്, വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത്? അപ്പോൾ ഓർക്കണം, പപ്പായും മമ്മിയും പറഞ്ഞിട്ടാണോ വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ടത്? ആര് പറഞ്ഞിട്ടാ? ഈശോ പറഞ്ഞു, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അപ്പം മക്കൾ എപ്പോഴും ഓർക്കണം, ഈശോ സ്വന്തം ശരീരവും രക്തവും ഇങ്ങനെ ഒരുക്കി വെച്ചിട്ട് കുഞ്ഞുങ്ങളെ വരിക എന്ന് പറഞ്ഞ് നമ്മളെ കാത്തിരിക്കുന്ന വിരുന്നാണ് എന്ത്? വിശുദ്ധ കുർബാന. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഇനിയും നമ്മൾ പഠിച്ചു, ഈശോ പറഞ്ഞിട്ടാണ് ഈ വിശുദ്ധ കുർബാന അർപ്പണം നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമോ, നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോൾ കുർബാന ചെല്ലുന്ന അച്ഛൻ ആദ്യം പാടുന്ന പാട്ടേതാ? ഒന്ന് പാടിക്കേ, ഉറക്കെ പാടിക്കേ. ഏതാ? അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ. ആര് പറഞ്ഞ പോലെയാ? ആരാ പറഞ്ഞത്? കർത്താവ് അരുളിയ കൽപ്പന. അപ്പം ഈശോ പറഞ്ഞതുപോലെയാണ് നമ്മൾ ഈശോയുടെ നാമത്തിൽ ഒരുമിച്ച് ചേർന്ന് തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോട് ഈ ബലി അർപ്പിക്കാം. ഈ പാട്ട് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഓർക്കണം, ആര് പറഞ്ഞിട്ടാ ഈ വിശുദ്ധ കുർബാന? ഈശോ പറഞ്ഞിട്ടാണ് ഈ വിശുദ്ധ കുർബാന നടക്കുന്നത്. അത് നിങ്ങളുടെ കുഞ്ഞു മനസ്സിലുണ്ടായിരിക്കണം. ആരും നിർബന്ധിച്ചിട്ടല്ല നമ്മൾ പള്ളിയിൽ പോകണ്ടേ. ഈശോ എനിക്ക് വേണ്ടി അവിടെ കാത്തിരിപ്പുണ്ട്. എൻ്റെ വരവും പ്രതീക്ഷിച്ച് ഈശോ നോക്കിയിരിപ്പുണ്ട്. അതുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ വേണം നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാൻ. മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, അബ്രാഹാം തൻ്റെ ഏക മകൻ ഇസഹാക്കിനെ ബലിയർപ്പിച്ചതല്ലേ? അബ്രാഹാം ആരെ ബലിയർപ്പിച്ചത്? തൻ്റെ ഏക മകൻ
ഇസഹാക്കിനെ ബലിയർപ്പിച്ചു. ദൈവപിതാവ് ആരെയാണ് ബലിയർപ്പിച്ചത്? തൻ്റെ ഏകജാതൻ. ആരാണ്? ഈശോ. അപ്പോൾ ഓരോ ബലിയർപ്പണവും ഒരു സമർപ്പണമാണ്. എന്ത്? ഓരോ ബലിയർപ്പണവും ഒരു സമർപ്പണമാണ്. അതായത് ഈശോയുടെ ബലി വീണ്ടും നമുക്ക്, ഈശോ കാൽവരിയിൽ അർപ്പിച്ച ബലി നമുക്ക് വീണ്ടും സന്നിഹിതമാക്കുന്ന അർപ്പണമാണ് വിശുദ്ധ കുർബാന. ശ്രദ്ധിച്ച് കേട്ടേ. ഈശോ കാൽവരിയിൽ അർപ്പിച്ച ബലി ഓർക്കുന്നുണ്ടോ? വേദന സഹിച്ച്, പീഡകൾ സഹിച്ച്, പരിഹാസമേറ്റ്, അവസാനത്തുള്ളി രക്തം വരെ ചിന്തി അർപ്പിച്ച ഈ ബലിയാണ് വീണ്ടും സന്നിഹിതമാക്കുന്ന അർപ്പണമാണ് നമ്മുടെ വിശുദ്ധ കുർബാന. ഇപ്പോൾ ചുമ്മാ പോയി നിന്നാൽ മതിയോ വിശുദ്ധ കുർബാനയ്ക്ക്? പോരാ. വിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ ആരാധന. ഈ വിശുദ്ധ കുർബാന ഒരു അത്ഭുതമാണ്. ഈ അത്ഭുതം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധ കുർബാനയുടെ അത്ഭുതം കാണും. ആ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയിലെ അത്ഭുതങ്ങൾ കാണും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ കുർബാന ഈശോയുടെ സ്നേഹം കവിഞ്ഞൊഴുകുന്ന കൂദാശയാണ്. അപ്പോൾ ഈ വിശുദ്ധ കുർബാന അല്ലെങ്കിൽ കുർബാന എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം, കുർബാന എന്നത് സുറിയാനി വാക്കാണ്. ഈ സുറിയാനി വാക്കിൻ്റെ അർത്ഥമാണ് സമർപ്പണം. പറഞ്ഞേ, കുർബാന എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം സമർപ്പണം. പഠിച്ചോ? നിങ്ങൾ പഠിച്ചു അല്ലേ? എങ്കിലും നമ്മൾ ഈ കുർബാനയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അതിനൊരു നിർവചനമുണ്ട്. കുർബാന എന്നാൽ എന്ത്? അപ്പോൾ അതിനൊരു നിർവചനമുണ്ട്. അത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്ക് മനസ്സിലാകും. ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് വേഗം പഠിക്കാൻ പറ്റും. കുർബാന എന്നാൽ എന്ത്? അതായത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, ആരുടെ രക്ഷയ്ക്ക് വേണ്ടി? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിച്ച, ആരാ ബലിയർപ്പിച്ച്? ഈശോ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിച്ച ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മയ്ക്കായി 4 കാര്യങ്ങൾ ഓർത്ത്. ഏതൊക്കെയാണ്? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിച്ച ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മയ്ക്കായി അവിടത്തോട് ചേർന്ന്, അതായത് ഈശോയോട് ചേർന്ന് സഭ വൈദികന്റെ കരങ്ങളിലൂടെ, ആരുടെ കരങ്ങളിലൂടെ? വൈദികന്റെ കരങ്ങളിലൂടെ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ, അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യങ്ങളിൽ ദൈവപിതാവിന് സമർപ്പിക്കുന്ന ബലിയാണ് വിശുദ്ധ കുർബാന. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വേണം. ആരുടെ കരങ്ങൾ വഴിയാണ് ഈ ബലി അർപ്പിക്കപ്പെടുന്നത്? വൈദികന്റെ കരങ്ങളിൽ കൂടി. ആരാണ്? ഈശോ അർപ്പിക്കുന്ന ബലിയാ. അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യങ്ങളിൽ വൈദികന്റെ കരങ്ങളിൽ കൂടി ദൈവപിതാവിന് സമർപ്പിക്കുന്ന ബലിയാണ് വിശുദ്ധ കുർബാന. നിങ്ങളിത് കൃത്യമായിട്ട് പഠിക്കണം. ഇപ്പം നമ്മൾ പറഞ്ഞു, ഈ നിർവചനത്തിൽ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യങ്ങളിൽ നിങ്ങളിങ്ങനെ ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ? വിശുദ്ധ കുർബാനയുടെ ഇടയിൽ മിശിഹ കർത്താവിൻ തിരുമൈ നിണവുമിത. ബാക്കി പാടിക്കേ. പാവന ബലിപീഠേ. അപ്പോൾ ഈ പാട്ട് പാടുമ്പോഴെപ്പോഴും നമ്മൾ മനസ്സിലോട്ട് ഓർക്കണം, മിശിഹ ഈശോയുടെ തിരുമൈ നിണം. മെയ് എന്ന് പറഞ്ഞാൽ ശരീരം, നിണം എന്ന് പറഞ്ഞാൽ രക്തം. ഈശോയുടെ ശരീരവും രക്തവും ഇതാ ബലിയായി അർപ്പിക്കാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ മക്കളെ, ഇവിടെയാണ് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് സമർപ്പിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു നോക്കുന്ന സമയമാണോ അത്? അല്ല. നമ്മൾ കൈകൂപ്പി പിടിച്ച് ഭക്തിപൂർവം ഈശോയുടെ ബലിയോട് ചേർന്ന് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കേണ്ട സമയമാണ് ഈ സമയം. അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയും സമർപ്പണമാണെന്ന് പറയുമ്പോൾ, എൻ്റെ ഈശോയെ,
എന്നെ പൂർണ്ണമായി ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങൾ ഇനി ഇതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. വിശുദ്ധ കുർബാനയിൽ ഈ ഓരോ ഭാഗങ്ങളിലും നിങ്ങൾ ശ്രദ്ധയോടെ ഓർത്ത് കാത്ത് നല്ല വിശുദ്ധരായി മിടുക്കരായിരുന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കണം. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിച്ചാൽ നമുക്ക് അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാ? അല്ലെങ്കിൽ ഈ ബലിയർപ്പണത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാ മക്കളെ? ബലിയർപ്പണത്തിൻ്റെ ഫലങ്ങളാണ്, ഒന്ന്, നമുക്ക് പാപമോചനം ലഭിക്കും. നിങ്ങൾക്ക് സന്തോഷമായോ? കുമ്പസാരത്തിനോടൊപ്പം തന്നെ ഈ ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മുടെ പാപങ്ങളൊക്കെ ക്ഷമിക്കപ്പെടുന്നുണ്ട്. രണ്ടാമതായി നമുക്ക് ദൈവിക ജീവൻ ലഭിക്കും. വീണ്ടും ദൈവവുമായിട്ടുള്ള ഐക്യം ശക്തിപ്പെടും. നാലാമതായി സഭയുടെ കൂട്ടായ്മയിൽ നമ്മൾ വളരും. അപ്പോൾ ഈ ബലിയർപ്പണത്തിൻ്റെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കണം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അപ്പോൾ ഇനി ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്, ഇങ്ങനെ നമ്മൾ ബലിയർപ്പണമൊക്കെ നടത്തി ഇങ്ങനെ ബലിജീവിതത്തിൽ പങ്കുചേർന്നാൽ ഈ ബലിജീവിതത്തിൻ്റെ കാതൽ അല്ലെങ്കിൽ അടിസ്ഥാനം എന്താണ്? ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സ്വയം സമർപ്പിക്കുന്നതാണ് ബലിജീവിതത്തിൻ്റെ കാതൽ. നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്, എന്താ കുഞ്ഞുങ്ങളെ ബലിജീവിതത്തിൻ്റെ കാതൽ? ഉത്തരം പറഞ്ഞേ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സ്വയം സമർപ്പിക്കുന്നതാണ് ബലിജീവിതത്തിൻ്റെ കാതൽ. അപ്പോൾ കുഞ്ഞുമക്കള് വിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? നിങ്ങൾ ആഘോഷമായിട്ട് ഈശോയെ സ്വീകരിക്കാൻ ഏറ്റവും അടുത്തൊരുങ്ങുന്ന കുഞ്ഞുങ്ങളാ. അപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിക്കണം. അപ്പോൾ കുഞ്ഞുമക്കളെ, നമുക്കും ഈശോയെ പോലെ ഒരു ബലിയായി തീരണം. എങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈശോയെ പോലെ ബലിയായി തീരുന്നത്? ഒന്നാമതായിട്ട് ഈശോയ്ക്ക് ഈശോയുടെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ അറിഞ്ഞും ജീവിക്കണം. ഈശോയുടെ ഹിതം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ജീവിക്കണം. അതുപോലെ ഈശോ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചതുപോലെ നമ്മളും എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് വേണ്ടി കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ, സഹനങ്ങൾ ഒക്കെ എടുക്കണം. അവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളും ജീവിക്കണം. നിങ്ങളതിന് തയ്യാറാണോ? തയ്യാറാണെങ്കിൽ നമുക്ക് ഈ പാഠം പഠിക്കുമ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയെ കൂടുതൽ സ്നേഹിക്കുന്ന മക്കളായിട്ട് വളരണം. ആരാ കാത്തിരിക്കുന്നേ? ഈശോ കാത്തിരിപ്പുണ്ട്. സ്വന്തം ശരീരവും രക്തവും ഒരുക്കി ഈശോ നമ്മളെ കാത്തിരിപ്പുണ്ട്. അപ്പം മക്കള് ഈ പാഠം പഠിക്കുമ്പോൾ ഓർത്തിരിക്കണം, ആര് പറഞ്ഞിട്ടാ ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത്? ഈശോ പറഞ്ഞു, എൻ്റെ ഓർമ്മയ്ക്കായിട്ടിത് ചെയ്യുവിൻ. അപ്പോൾ ഈശോയോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ ഓടിപ്പോണം വിശുദ്ധ കുർബാനയ്ക്ക്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ ജപമാലയുടെ രഹസ്യം ചെല്ലുമ്പോൾ നമ്മൾ ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ കാൽവരി ബലിയുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യം ധ്യാനിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ അത് കണ്ടുപിടിക്കണം. മിടുക്കരല്ലേ നിങ്ങളിത് കണ്ടെത്തിയോ? ഏതാണ്? നിങ്ങളിത് കണ്ടെത്തി. അത് ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യത്തിലാണ് ഉള്ളത്. നിങ്ങളത് കണ്ടെത്തി നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി നല്ല മിടുക്കരായിട്ട് ഇന്ന് അത് മമ്മിയെ പറഞ്ഞു കേൾപ്പിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇന്നൊരു തിരുവചന ഭാഗം വായിക്കണം. എല്ലാ ദിവസവും നിങ്ങൾ ഓരോ വചനഭാഗം വായിക്കുന്നുണ്ടല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ശ്രദ്ധാപൂർവം വായിക്കേണ്ട വചനഭാഗമാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ ഇന്ന് വൈകുന്നേരം പപ്പയുടെയും മമ്മിയുടെയും അടുത്തിരുന്ന് ഈ വചനഭാഗം ശ്രദ്ധാപൂർവം വായിക്കണം. ഏത് ഭാഗമാ? ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 10-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ മക്കൾ വായിക്കണം. അപ്പോൾ ഈ പാഠം അവസാനിക്കുമ്പോൾ 6-ാം അധ്യായം നമ്മൾ അവസാനിക്കുമ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കണ്ടേ കുഞ്ഞുങ്ങളെ? നമ്മൾ തീരുമാനം എടുക്കണം. എന്താണ്? ഈശോ എനിക്ക് വേണ്ടി കുരിശിൽ ബലിയർപ്പിച്ചു അല്ലേ? എൻ്റെ പാപത്തിന് പരിഹാരമായി ഈശോ ബലി അർപ്പിച്ചു. അപ്പം ഞാനെന്ത് ചെയ്യണം? ഞാനും ഈശോയുടെ മാതൃക പിന്തുടർന്ന് ഒരു ബലിയുടെ ജീവിതം നയിക്കണം.
മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു കുഞ്ഞായി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി സന്തോഷത്തോടെ ത്യാഗം ഏറ്റെടുക്കുന്ന ഒരു പ്രിയപ്പെട്ട കുഞ്ഞായി, ഒരു മകനായി, മകളായി വളരും. തീരുമാനം എടുത്തോ? നമ്മളൊരു തീരുമാനം എടുക്കണം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ 6-ാം പാഠത്തിലെ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ കണ്ടെത്തി. ഇനി ബാക്കിയുള്ള 3 ചോദ്യങ്ങൾക്കും കൂടി നിങ്ങൾ ഉത്തരം കണ്ടെത്തി നോട്ട് ബുക്കിൽ എഴുതണം. ഒന്നാമത്തെ ചോദ്യമാണ്, ബലിയർപ്പണത്തിൻ്റെ ഫലങ്ങൾ ഏവ? നമ്മൾ പഠിച്ചില്ലേ? അത് കണ്ടെത്തി ഉത്തരം എഴുതുക. രണ്ടാമത്തെ, ബലി ജീവിതത്തിൻ്റെ കാതലെന്ത്? മൂന്നാമത്തെ ചോദ്യമാണ്, കുർബാന എന്ന ബലി എന്ത്? കുർബാന എന്ന ബലി എന്ത്? ഈ 3 ചോദ്യത്തിനും മക്കൾ ഉത്തരം കണ്ടെത്തി എഴുതണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിശുദ്ധ കുർബാനയെ കൂടുതൽ സ്നേഹിക്കുന്ന മക്കളായി വളരണം. അപ്പോൾ നമ്മൾ ഈശോയ്ക്കും നമ്മുടെ മാതാപിതാക്കൾക്കും കൂട്ടുകാർക്കും അധ്യാപകർക്കും നമ്മുടെ ചുറ്റുമുള്ള എല്ലാവർക്കും പ്രിയപ്പെട്ട മക്കളായി നമ്മൾ വളരും. വിശുദ്ധ കുർബാന നിങ്ങൾ സ്നേഹിച്ചോ? നിങ്ങൾ നല്ല മിടുക്കരായ മക്കളായി മാറും. കാരണം വിശുദ്ധ കുർബാന ഒരു ഏറ്റവും വലിയ അത്ഭുതമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അത്ഭുതത്തോടെ വിശുദ്ധ കുർബാനയെ നോക്കി നിൽക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയോട്. കൈകൾ കൂപ്പി കണ്ണടച്ച് ഈശോയ്ക്ക് ഒന്ന് നന്ദി പറഞ്ഞേ. പ്രിയപ്പെട്ട ഈശോയെ, വിശുദ്ധ കുർബാനയെ കൂടുതൽ സ്നേഹിക്കുന്ന നല്ല മക്കളായി ഞങ്ങളെ വളർത്തണമേ. ഏറ്റവും സ്നേഹത്തോടെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും ഏറ്റവും ആഗ്രഹത്തോടെ വിശുദ്ധ ബലിയിൽ പങ്കുചേരുവാനും എന്നെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.